മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ നിയമാവർത്തനം 2:7 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 2:7. ദൈവമായ കർത്താവ് എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു ദിവസം ലിങ്കൺ സുഹൃത്തുക്കളോടൊപ്പം ഒരു കാട്ടിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു കിളിക്കൂട് കാറ്റിൽ ഉലഞ്ഞ് പക്ഷിക്കുഞ്ഞുങ്ങൾ ഓരോന്നായി നിലത്തേക്ക് വീഴുന്ന അദ്ദേഹം കണ്ടു. അത്യാവശ്യ കാര്യത്തിന് പോവുകയായിരുന്നിട്ട് കൂടി ലിങ്കൺ കുതിരയെ നിർത്തി അങ്ങോട്ട് ചെന്നു. സുഹൃത്തുക്കളെ തടഞ്ഞിട്ട് അത്യാവശ്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ലിങ്കൺ അതൊന്നും ശ്രദ്ധിക്കാതെ സാവധാനം പക്ഷിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉയരമുള്ള മരത്തിൽ കയറി ഒരു ശിഖരത്തിലെ കിളിക്കൂട്ടിൽ സുരക്ഷിതമായി അവയെ വെച്ചു. തിരികെ സംതൃപ്തിയോടെ ഇറങ്ങി വരുന്ന ലിങ്കണോട് ഒരു സ്നേഹിതൻ പറഞ്ഞു, അങ്ങേക്ക് പക്ഷികളോടുള്ള സ്നേഹം അധികമായി പോകുന്നുവെന്ന് തോന്നുന്നു. കുതിരപ്പുറത്ത് കയറി കടിഞ്ഞാൺ കയ്യിലെടുത്തുകൊണ്ട് ലിങ്കൺ പറഞ്ഞു, ശരിയാണ്, പക്ഷെ ആ പക്ഷികളെ ഉപേക്ഷിച്ചു പോയാൽ അതേപ്പറ്റിയുള്ള ചിന്ത മൂലം ഇന്നെനിക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല. ലിങ്കൺ മരിച്ചപ്പോൾ ഈ പ്രദേശത്തെ പക്ഷികൾ 1 കൊല്ലത്തോളം ദുഃഖാചരണമായി കഴിഞ്ഞുകൂടിയതായി പറയപ്പെടുന്നു. യഥാർത്ഥ സ്നേഹം തീക്കട്ട പോലെയാണ്. ചുറ്റുമുള്ള ലോകം ഇരുളിലാകുമ്പോൾ അത് പ്രകാശിക്കുന്നു. അതെ, കർത്താവ് എല്ലാ അധ്വാനങ്ങളിലും നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.